ഇന്ന് തൊട്ട് അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയത്. ഇന്ന് കലവറക്കലാണ്. ഞാൻ സെറ്റ് സാരിയും മാച്ച് ആയിട്ടുള്ള വളയിലിട്ടിട്ടാണ് പോകുന്നത്. ഈ പച്ച കുപ്പിയോളി ശിവരാത്രിയായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ ആരോ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പണ്ട് ഭഗവാൻ ശിവൻ പാർവതി ദേവിക്ക് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് പോലും ഈ പച്ച കുപ്പിയോള. അങ്ങനെ നമ്മൾ കലവറ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഘോഷയാത്ര അമ്പലത്തിലേക്ക് പോകുന്നിട്ടാ. ഞാൻ മറ്റേ മുത്തുകൊടയിൽ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയെങ്കിലും കൊട കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. പിന്നെ 3 ഭാഗത്തു നിന്നില്ലേ കലവറ ഘോഷയാത്ര എല്ലാം കൂടെ വന്ന് ഈ അരയാല് ചുറ്റി ഒന്നിച്ചാണ് അമ്പലത്തിലേക്ക് പോവുക. അമ്പലത്തിന്റെ കവാടവും അമ്പലം ഫുള്ള് അലങ്കരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ തൂക്കിയിട്ട തോരണങ്ങളാണ് നല്ല രസമില്ലേ. നമ്മൾ അതിന്റെ മുന്നിൽ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോയെല്ലാം എടുത്തു കേട്ടാ. നമ്മളങ്ങനെ അമ്പലത്തിന്റെ അകത്തെല്ലാം കയറി കുറേ നേരം അതിലെ നടക്കുകയെല്ലാം ചെയ്ത് ഫുള്ള് അമ്പലത്തിന്റെ അകത്തെല്ലാം ഫുള്ള് വിളക്കെല്ലാം കത്തിക്കുന്നവരെ തിരക്ക് തന്നെയായിരുന്നു. നമുക്കങ്ങനെ കുറിയെല്ലാം കിട്ടി അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന്. അമ്പലമെല്ലാം അലങ്കരിച്ചാണ് നല്ല രസമുണ്ട്. നിറയെ പൂമാലകളും ഫുള്ള് ചുറ്റുവിളക്കെല്ലാം കത്തിച്ച് നല്ല രസമുണ്ടായിരുന്നു. അമ്പലം ഫുള്ള് വിളക്കെല്ലാം കത്തിച്ച് മാലയും തോരണങ്ങളെല്ലാം തൂക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കങ്ങനെ കുറിയെല്ലാം കിട്ടി. നമ്മൾ പുറത്തേക്ക് വന്നു. അമ്മയും ആദ്യമെല്ലാം വന്നിട്ടുണ്ടായിനി. എല്ലാവരും ഒപ്പരം കുറേ വീഡിയോ എല്ലാം എടുത്തിരുന്നു. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് എല്ലാ ദിവസവും കൈകൊട്ടിക്കളി ഉണ്ടെന്ന്. അങ്ങനെ കൈകൊട്ടിക്കളിയെല്ലാം തുടങ്ങിയപ്പോഴത്തേക്ക് അങ്ങനെ കൈകൊട്ടിക്കളി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരാളെ ശ്രദ്ധിച്ചത് കേട്ടാ. ആള് ഇതിന്റെ ഒപ്പരന്നെ കളിച്ചോണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട്. പിന്നെ മാധവങ്ങലത്തെ ഗീതാഞ്ജലി പറഞ്ഞ ട്രൂപ്പിന്റെ ഭജൻ സന്ധി ഉണ്ടായിനെ. അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കൂടി വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നാ ശരി.